മാങ്കൂട്ടത്തിന് എതിരെയുള്ള ലൈംഗികാരോപണത്തിൽ കൂടുതൽ പ്രതിരോധത്തിലായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. റിനിയുടെ പരാതി 3 വർഷങ്ങൾക്ക് മുൻപ് തന്നെ സതീശന് ലഭിച്ചെന്ന് മലയാള മനോരമ ദിനപത്രം തന്നെ വ്യക്തമാക്കുന്നു. മാത്രമല്ല, റിനിയുടെ പരാതി പരിഹരിച്ച് എന്ന സതീശന്റെ പ്രതികരണം രാഹുൽ മാങ്കൂട്ടത്തിൽ തള്ളിക്കളഞ്ഞതും സതീശന് തിരിച്ചടിയായി മാറി. പ്രതിപക്ഷ നേതാവിനെ വെളുപ്പിച്ചെടുക്കാനുള്ള മലയാള മനോരമ ദിനപത്രത്തിന്റെ വാർത്തയിൽ തന്നെ റിനിയുടെ പരാതി പ്രതിപക്ഷ നേതാവിന് 3 വർഷത്തിന് മുൻപ് തന്നെ അറിയാമെന്ന് വ്യക്തമാക്കുന്നുണ്ട്. എന്നിട്ട് സതീശൻ എന്ത് നടപടിയെടുത്തു എന്നതാണ് ഉയരുന്ന വലിയ ചോദ്യം. ആ പരാതി പരിഹരിച്ചു എന്ന സതീശന്റെ വാദം രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ഇതോടെ സതീശൻ കൂടുതൽ പ്രതിരോധത്തിൽ ആവുകയാണ്. ഒരു മെസ്സേജ്, തെറ്റായിട്ടുള്ളൊരു മെസ്സേജ് ഒരാൾ അയച്ചു എന്ന് മകളുടെ പോലെ കാണുന്ന ഒരു കുട്ടി വന്ന് പറഞ്ഞാൽ ഒരു പിതാവ് എന്ത് ചെയ്യും? അത് ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരു പിതാവ് എന്ത് ചെയ്യും? സ്വന്തം മകളാണ് എന്ന് പറയുന്നതെങ്കിൽ ഒരു പിതാവ് എന്ത് ചെയ്യും? അത് ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നെ പറ്റി ആ ആള് പരാതി പറഞ്ഞതായിട്ട് എനിക്കറിവില്ല. വ്യക്തിപരമായി എനിക്കറിവില്ല. എന്നോട് ശ്രീ വി ഡി സതീശൻ അതിനെപ്പറ്റി പറഞ്ഞിട്ടുമില്ല. അല്ലെങ്കിൽ ശ്രീ വി ഡി സതീശനോട് അങ്ങേക്ക് ചോദിക്കാം. എന്നോട് അങ്ങനെ പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് ഇതുവരെ എൻ്റെ മുന്നിൽ പരാതികളൊന്നും വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം തുടങ്ങിയത്. ഇനി ഇപ്പോഴും അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു പരാതി കിട്ടിയതായിട്ട് എന്നോട് പറഞ്ഞിട്ടില്ല. ലൈംഗിക ആരോപണം ഉയർന്നിട്ടും പരാതി നേരിട്ട് ലഭിച്ചിട്ടും എന്തുകൊണ്ട് സതീശൻ ഇത് മറച്ചുവെച്ചു? ഇതിനുശേഷവും രാഹുൽ മാങ്കൂട്ടത്തിലിനെ എന്തുകൊണ്ടാവും സതീശൻ സംരക്ഷിച്ചത്? സതീശനാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാലക്കാട് സ്ഥാനാർത്ഥിയാക്കിയതെന്നും മലയാള മനോരമ വാർത്തയിൽ സമ്മതിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിലുള്ള ആരോപണങ്ങളുടെ മുൾമുന സ്വാഭാവികമായും സതീശനിലേക്കും തിരിയുകയാണ്. തുടർച്ചയായി ലഭിച്ച പരാതികൾ മറച്ചുവെച്ചതിൽ AICC നേതൃത്വത്തിനും അതൃപ്തിയുണ്ട്. മുതിർന്ന നേതാക്കൾ സംഭവത്തിൽ സതീശനെതിരെ വലിയ പ്രതിഷേധത്തിലുമാണ്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പദവി രാജിവെക്കേണ്ട എന്ന നിലപാട് സതീശൻ എടുത്തുവെന്നതാണ് പുതിയ വിവരം. സംഭവത്തിൽ KPCC അന്വേഷണ സമിതിയെ തീരുമാനിക്കാനും ധാരണയായിട്ടുണ്ട്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.